ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആഴ്ചയിലും നമ്മൾ പഠിച്ചു വരുന്ന സൂറത്തു ശുആറാന്റെ ബാക്കി ക്ലാസ്സുകളാണ്. ഏകദേശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 74-ാമത്തെ ആയത്ത് വരെയാണ്, സൂറത്തു ശുആറയിലെ 74-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്. ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സംഗമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു സ്വാലിഹായ കർമ്മമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മുടെ ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ സ്വന്തക്കാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ, അള്ളാഹുവിന്റെ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തു, ഖുർആനിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ, അള്ളാഹുവിന്റെ ആളുകൾ, അവർ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ പഠിക്കുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ മലക്കുകളോടൊപ്പമായിരിക്കും അവരുടെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര കണ്ട് ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കുന്നുവോ അത്രമാത്രം നമുക്ക് സ്വർഗത്തിൽ പദവികൾ ഉയർത്തി നൽകുമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. റത്തിൽ വർത്തഖി, നീ ഖുർആൻ പാരായണം ചെയ്യുക, നീ മുകളിലേക്ക് കയറി പോവുക, നിന്റെ സ്ഥാനം നീ അവസാനത്തെ ആയത്ത് ഓതുമ്പോൾ എവിടെയാണോ അവിടെയായിരിക്കും സ്വർഗത്തിലെ നിന്റെ സ്ഥാനമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ പഠിക്കുക, അത് ഹിഫ്ളാക്കുക എന്നത് ഇസ്ലാം വലിയ പ്രതിഫലമായി പരിചയപ്പെടുത്തിയ ഒരു കർമ്മമാണ്. ഖുർആൻ എന്തിനാണ് ഇറക്കിയത് എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ നൽകിയത് യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സൂറത്തു ശുആറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു ശുആറ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സാന്ത്വനമായിക്കൊണ്ട് പ്രവാചകരെ പ്രബോധന രീതിയിൽ, പ്രബോധന മേഖലയിൽ ഇടപെടുന്ന ആർക്കും ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുവാനും അത് ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്തത്. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, പ്രവാചകരെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കളുടെ
അങ്ങയുടെ ജീവൻ തന്നെ ഹനിക്കുമെന്ന ഒരു സന്ദർഭം വന്നിരിക്കുന്നു, അങ്ങനെ താങ്കൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം എടുത്തു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുപോലെ വലിയ ഒരു ദൗത്യവുമായി, പ്രബോധനം എന്ന ദൗത്യവുമായി ഫിർഔനിന്റെ അടുക്കലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്നു. സംസാരിക്കാൻ അറിയൂല, നാവിന് വിക്കുണ്ട്. മിസ്റിൽ നിന്ന് ഒരാളെ കൊന്നിട്ടാണ് മിസ്ർ വിട്ട് ഓടിപ്പോകുന്നത്. ആ മിസ്റിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അവിടുത്തെ ഭരണാധികാരി ഫിർഔനാണ്. എല്ലാ അധികാരവും അവന്റെ കൈകളിലാണ്. അവൻ അടിമകളാക്കി 400 വർഷം അടിമകളാക്കി വെച്ചിരുന്ന ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ന്യായം പറയാമായിരുന്നു. നമ്മളൊക്കെ നമ്മൾ ഹജ്ജിന്റെ സമയത്ത് നമ്മൾ ദഅവ നടത്തുന്നു. നമ്മൾ ഒരുപാട് പ്രൊട്ടക്ഷനിലാണ് നമ്മളെ ദഅവയൊക്കെ ഉള്ളത്. ഫുൾ പെർമിഷനിലാണ്. എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിലാണ് നമ്മളെല്ലാം സേഫാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രബോധന മേഖലയിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ രീതി ഇങ്ങനെയായിരുന്നില്ല. സാഹചര്യ തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നു. സാഹചര്യങ്ങളെല്ലാം അവർക്കെതിരെ. എന്നിട്ടും അവർ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ചെല്ലുകയാണ്. കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ് നാട് വിട്ടിട്ടുള്ളത്. കൊല്ലാൻ സാധ്യതയുണ്ട്. ഇനി കൊല്ലുന്നതിൽ നിന്ന് ഒരാളെ തടുത്തു നിർത്തുക അയാളുടെ സംസാരമാണ്. നമ്മൾ ന്യായം പറഞ്ഞ് ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ന്യായം പറഞ്ഞത് പ്രതിഫലിപ്പിക്കുവാൻ നാവിന് ചില പ്രശ്നങ്ങളുണ്ട്, വിക്കുണ്ട്. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ മുന്നിൽ പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഇസ്ലാമിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഫിർഔൻ ആ ഘട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ പഠിച്ചിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലേക്ക് പോകണം എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിച്ചപ്പോൾ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു. വജഅൽനി വസീറൻ മിൻ അഹ്ലി, എനിക്കൊരു സഹായിയെ അള്ളാഹു നീ നിശ്ചയിച്ചു തരണം. ഹാറൂന അഖി, എൻ്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എനിക്ക് സഹായിയായി, എൻ്റെ കൂടെ ഒരു പ്രവാചകനായി അള്ളാഹു നീ എനിക്ക് നിശ്ചയിച്ചു തരണം. എന്തിനാണ്? ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നന്നായി സംസാരിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷെ ഫിർഔന്റെ അടുത്തേക്ക് പോയപ്പോൾ രംഗം മാറുകയാണ്. എന്ത് കാര്യം ചോദിക്കുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് ചോദ്യം വരുന്നത്. കാരണം ഫിർഔൻ അറിയാം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചാൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി മറുപടി നൽകാൻ കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഫമൻ റബ്ബുക്കുമാ യാ മൂസ, മൂസ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? ചോദ്യം വരുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. അങ്ങനെ പല നിരക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായി. പക്ഷെ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാൾക്ക് എപ്പോഴും സഹായിയായി, താങ്ങായി, തണലായി റബ്ബ് കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കി. അങ്ങനെ എന്താണ്ടായത്? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. വടിയിട്ടാൽ നിലത്തിട്ടാൽ പാമ്പാകുന്നു, വലത് കൈ ഇടത് കൈയിന്റെ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ അത് പ്രകാശിക്കുന്നതാകുന്നു. അതുപോലെ തന്നെ ഒരു വലിയ മത്സരം നടന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എതിരിടാൻ 4000-ഓളം വരുന്ന ജാലവിദ്യക്കാർ വന്നു. അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള കയറിട്ടു, അത് പാമ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ വടിയിട്ടപ്പോൾ ആ പാമ്പുകളെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ 3-ാമത്തെ ദൃഷ്ടാന്തം ഇതും ഫിർഔന് കണ്ടു. ശേഷം 5 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. എന്തൊക്കെയായിരുന്നു? ജലപ്രളയം നാട്ടിൽ ജലപ്രളയം കൊണ്ടുവന്നു. ആകെ വെള്ളം, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമതോ ജറാദ് എന്ന ജീവി അറിയാലോ. അത് എല്ലാ ധാന്യങ്ങളും തിന്ന് കഴിക്കും. അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെയായി. പിന്നെ തവള, എവിടെ പുറത്തിറങ്ങിയാലും തവള. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ കാണാൻ സാധിക്കും, അവർ ഭക്ഷണം ഉണ്ടാക്കി ഒരു കറി ഉണ്ടാക്കിയാൽ ആ കറിയിൽ വരെ തവളകൾ ഉണ്ടായിരുന്നു എന്നാണ്. 4-ാമത്തത് ചെള്ള്. ഈ അരിയിലും അതുപോലെ തന്നെ ഈ
പൊടികളിലൊക്കെ കാണുന്ന ചെള്ള് അത് അധികമായി കൊടുത്തു. ഒരു നിലക്കും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അഞ്ചാമത്തതോ ദമ്, രക്തം. അവിടെയുള്ള പുഴകളും കിണറുകളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രക്തമാക്കി മാറ്റി. അപ്പൊ ഇത് ഓരോന്നും ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുത്തത്. ആദ്യം തൂഫാന് കൊടുത്തു, ആദ്യം ജലപ്രളയം കൊടുത്തു. അപ്പോൾ ഫിർഔൻ എന്ത് ചെയ്തു? മൂസാ നബിനെ വിളിച്ചു. മൂസാ നബിയെ, നിങ്ങളിത് മാറ്റിത്തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കത് മാറ്റി തന്നാൽ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അള്ളാഹു മാറ്റിക്കൊടുത്തു. പിന്നെ തവളകളെ അയച്ചു. തവളകളെ അയച്ചപ്പോൾ പ്രശ്നമായി. അതുപോലെ മൂസാ നബിനെ വിളിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റി തന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, മാറ്റിക്കൊടുത്തു. അവർ വിശ്വസിച്ചില്ല. ഇങ്ങനെ 5ഓളം ഘട്ടങ്ങൾ ഫിറൗന് കടന്നുപോയി. എന്നിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിലക്കും ഇവനും ഇവന്റെ ആളുകളും വിശ്വസിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു രാത്രി ബനു ഇസ്രായേലിനെയും കൂട്ടി നാട് വിടുന്നത്, മിസ്ർ വിടുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെ നാട് വിടുകയാണ്. എന്നാലെങ്കിലും അടിമകളാക്കി വെച്ചിരുന്ന സാധുക്കൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന ചിന്ത ഫിറൗന് ഉണ്ടായില്ല. അവരെ പിന്തുടർന്നു കൊല്ലാൻ വേണ്ടി. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ തറഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും സൈന്യവുമാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കുക തന്നെ ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയെടുത്ത് കടലിൽ അടിച്ചു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കടൽ പിളർന്നു. 12 വഴികൾ ആ കടലിൽ രൂപപ്പെട്ടു എന്നാണ്. ബനൂ ഇസ്രായേൽക്കാരിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രവും ഓരോ വഴികളിലൂടെ സഞ്ചരിച്ചു. ഇത് കണ്ണുകൊണ്ട് ആര് കാണാണ്? ഫിറൗൻ കാണാണ്. ഇത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞവനാണ് ഫിറൗൻ. എന്നിട്ട് അവൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്താ ചെയ്ത്? അവന് വേണമെങ്കിൽ ആ കടലിൽ പിളർന്ന സ്ഥലത്തേക്ക് പോവാതിരിക്കാമായിരുന്നു, അല്ലെ? ഇതെന്താ ഒരു അസാധാരണമായ സംഭവമാണല്ലോ, നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കടൽ മൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പിറകിലേക്ക് വലിഞ്ഞു നിൽക്കാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കൊണ്ടുവന്നു, കടൽ പിളർന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അത് മുറിച്ചു കടക്കുവാനുള്ള മനസ്സ് അവർക്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവനായി മുക്കിക്കളഞ്ഞു, നശിപ്പിച്ചു, കൊന്നുകളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കാൻ. നമ്മൾ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്, അല്ലെ? അപ്പോ പ്രബോധനത്തിന്റെ സമയമാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അന്തിമമായ വിജയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അനുയായികൾക്കുമായിരുന്നു. ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെയാണ് ദീനിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. പക്ഷെ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും അന്തിമമായ ഏറ്റവും നല്ല പര്യവസാനം അത് നല്ല രൂപത്തിൽ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അപ്പോൾ ഇതിന്റെ സാഹചര്യം മനസ്സിലാക്കണം. ഈ സൂറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം, ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ മുമ്പും മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായി പോയിട്ടുണ്ട്. ഇങ്ങനെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഒടുവിലത്തെ വിജയം മുസ്ലിമീങ്ങൾക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ആദ്യമായി പറഞ്ഞത്. എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഇവിടെ എടുത്തു കൊടുത്തത്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം മുതലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ഇദ് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഉപ്പയോടും നാട്ടുകാരോടും പറയാണ്, മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ആളുകളെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. ഖാലൂ നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ. ഞങ്ങൾ ആരാധിക്കുന്നത് ഒരുപാട് വിഗ്രഹങ്ങളെയാണ്. ഞങ്ങൾ ആ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് അതിന് ഭജന പിരിക്കാറുണ്ട്.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പറഞ്ഞ മറുപടി എടുത്തു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അവർ കേൾക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, എന്തെങ്കിലും ഒരു ഉപകാരം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുത്തു നിർത്താൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? ഇത് ചോദിച്ചപ്പോഴോ ഇവർ എന്താണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമോ? ഒരു ഉപദ്രവം നിങ്ങളിൽ നിന്ന് തടയുമോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവർ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അതെ, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും ഉപകാരങ്ങൾ ചെയ്യാനും കഴിവുണ്ട് എന്നായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്. പക്ഷേ അവർക്ക് പോലും അറിയാം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഈ വിഗ്രഹങ്ങൾ കേൾക്കുകയില്ല എന്ന്. അപ്പൊ ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പറയാണ്, ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ ഉപ്പാരും വല്ലിപ്പാരും ഒക്കെ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും കൊണ്ടുവരാനൊന്നും അവർക്ക് സാധിക്കുകയില്ല എന്നത് ശരി തന്നെയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളിത് ചെയ്യുന്നത്? ഞങ്ങളുടെ ഉപ്പാരും വല്യപ്പാരും കാണിച്ചു തന്ന മാർഗം, ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പൊ നോക്കി നിങ്ങൾ, അവർ തെളിവായി പിടിച്ചത് അവരുടെ ആരാധ്യന്മാരോടുള്ള പ്രാർത്ഥന ശരിയാണ്, സഹായതേട്ടം ശരിയാണ് എന്നതിന് അവർ തെളിവായി പിടിച്ചത് അവരുടെ ഉപ്പമാരും വല്യപ്പമാരും ചെയ്തിരുന്നു എന്ന കാര്യത്തെയാണ്. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പൂർവ്വപിതാക്കൾ ചെയ്ത ഒരു കാര്യം ദീനിന്റെ വിഷയത്തിൽ തെളിവാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവർ കഴിഞ്ഞു പോയ ഒരു കാലമാണ്, അവർ ചെയ്തതിന്റെ നന്മ അവർക്ക് ലഭിക്കും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നന്മയാണ് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, നിങ്ങളുടെ മുൻഗാമികൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ചോദിക്കൂല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ പാരമ്പര്യമുണ്ടോ? ദീനിന്റെ വിഷയത്തിൽ പാരമ്പര്യം തെളിവല്ല, എന്നാൽ ഇസ്ലാമിൽ പാരമ്പര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ഉപ്പ അവിശ്വാസിയാണ് എങ്കിലും ആ വ്യക്തിയുടെ ഉപ്പയിലേക്കല്ലാതെ അവരെ ചേർത്ത് പറയാൻ പാടില്ല. ഉപ്പ അവിശ്വാസിയാണ് എന്ന് വിചാരിച്ച് ഉപ്പയെ ധിക്കരിക്കുവാനോ ഉപ്പയെ തള്ളിപ്പറയുവാനോ പരമ്പര ഉപ്പയിലേക്ക് ചേർത്ത് വെക്കുന്നതിൽ വൈമനസ്യം കാണിക്കുവാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് കുഫറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർ ചെയ്ത കാര്യം തെളിവാണോ എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അത് ഒരിക്കലും തെളിവല്ല. മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബു. പാരമ്പര്യമുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഒരാൾ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല, പരലോകത്തെത്തിയാൽ ഓന്റെ നസബ് കാരണം, പരമ്പര കാരണം മാത്രം ഒരാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തിരുത്തുകയാണ്. എന്താണ് അവരോട് പറഞ്ഞത്? അതാണ് നമുക്ക് അടുത്ത ആയത്തുകളിൽ പഠിക്കാനുള്ളത്. ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. എന്താ ഖാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഖാല എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അഫറഅയ്തും, എന്തിനാ ആ ഉപയോഗിക്കാറുള്ളത്? അല്ല, അൻത റജുൽ, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നത് ഹംസത്തുൽ ഇസ്തിഫാം എന്ന് അറബിയിൽ പറയും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അഫറഅയ്തും റഅ എന്ന് പറഞ്ഞാൽ എന്താ? റഅ കണ്ടു എന്നാണ്. അപ്പൊ അഫറഅയ്തും നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്. മാ ഒന്നിനെ കുറിച്ച്. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും. നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്? ഒന്നാമത്തെ അർത്ഥം ഒന്ന്, ഒരു കാര്യം എന്ന് പറയാൻ. രണ്ടാമത്തേതോ ഇല്ല എന്ന് പറയാനും മാ ഉപയോഗിക്കും. അപ്പോ ഖാല അഫറഅയ്തും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മാ ഒന്നിനെ കുറിച്ച്. കുൻതും എന്താ കാന പറഞ്ഞു കഴിഞ്ഞാല് ആയിരുന്നു. കുൻതും കുൻതു പറഞ്ഞാ എന്താ? കുൻതു കുൻതു അല്ല, കുൻതു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനായിരുന്നു. കുൻതും നിങ്ങളായിരുന്നു. അപ്പൊ നോക്കി നിങ്ങള് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണ അഫറഅയ്തും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മാ ഒന്നിനെ കുറിച്ച്. കുൻതും നിങ്ങളായിരുന്നു തഅബുദൂൻ. എന്താ ഇബാദത്ത് പറഞ്ഞു കഴിഞ്ഞാല്? ആരാധന. തഅബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരെയാണല്ലോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുകയും എന്ന് പറയാണ്. അൻതും നിങ്ങൾ ആബാഉക്കും. ആബാ പറഞ്ഞാൽ എന്താ? പിതാക്കന്മാർ. ആബാഉക്കും നിങ്ങളുടെ പിതാക്കന്മാർ. അൽ അഖ്ദമൂൻ നിങ്ങളുടെ പൂർവികന്മാരായ നിങ്ങളുടെ പിതാക്കളും നിങ്ങളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തവരാണ്. ഒരു ഉപദ്രവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ അത് തടുക്കാൻ കഴിയാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുവിൻ. എന്നിട്ട് പറയണം ഫഇന്നഹും. എന്താ ഇന്നാന്ന് എന്തിനാ പറയാ? ഇന്ന തീർച്ചയായും, ഹും അവർ, ഫഇന്നഹും അവർ അഥവാ ആ ആരാധ്യന്മാർ, നിങ്ങളുടെ ആരാധ്യന്മാരുണ്ടല്ലോ, അവരെല്ലാവരും തീർച്ചയായും അദുവ്വുൻ. എന്താ അദുവ്? അദുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു. അബ്ദാണ് അടിമ. അപ്പൊ ഫഇന്നഹും തീർച്ചയായും അവർ അദുവ്വുൻ ശത്രുവാണ്. ലീ എനിക്ക്, എന്റെ ശത്രുക്കളാണ് അവരെല്ലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കാൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ ഓലൊക്കെ എന്റെ ശത്രുക്കളാണ്, ഞാൻ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇനി അവരെന്തെങ്കിലും ഇന്നെ ഉപദ്രവിക്കുമെന്നൊന്ന് കാണട്ടെ. ഞാനിവിടെ ഇഞ്ഞും ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. അവർ ആരാധ്യന്മാരാണ് എങ്കിൽ അവരെന്നെ ശിക്ഷിക്കട്ടെ. അവർക്കൊരു ഉപദ്രവം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അവരൊരു ഉപദ്രവം കൊണ്ടുവരട്ടെ. എനിക്കും അവർക്കും ഇടയിൽ ഒരു ബന്ധവുമില്ല, ഞാൻ അവരുടെ ശത്രുവാണ്. അത് നാട്ടുകാരെ പഠിപ്പിക്കുകയാണ്. അഥവാ അവരുടെ ശത്രുവായാലും അവർക്കൊന്നും ഒരു ഉപദ്രവം ചെയ്യാനും, അവരുടെ ശത്രുക്കൾക്കു നേരെ ഒരു ഉപദ്രവം ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ പഠിപ്പിക്കുക. എന്നിട്ട് പറയാണ് ഫൈന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ റബ്ബൽ ആലമീൻ. ആരാ റബ്ബ്? റബ്ബ് പറഞ്ഞാൽ എന്താ? രക്ഷിതാവ്, പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. പടിപടിയായി വളർത്തുന്നവൻ. നമ്മളിപ്പോ ചിലരൊക്കെ അർബാബ് എന്ന് അറിയില്ലേ? അർബാബ് അത് റബ്ബിന്റെ ജംആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പുരുഷനെ കുറിച്ച് റബ്ബുൽ ബൈത്ത് എന്ന് വേണമെങ്കിൽ പറയാം, കുടുംബനാഥൻ എന്ന അർത്ഥത്തിൽ. പടിപടിയായി മക്കളെ വളർത്തുന്നവനാണ്, പോറ്റി വളർത്തുന്നവനാണ്. അപ്പൊ റബ്ബിന്റെ പ്രത്യേകത, നമ്മുടെ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താ? റബ്ബുൽ ആലമീൻ. എന്താ? അവൻ ലോകരുടെ രക്ഷിതാവാണ്. മനുഷ്യരെ ആയാലും ജിന്നുകളെ ആയാലും മറ്റു ജീവജാലങ്ങളെ ആയാലും പടിപടിയായി വളർത്തുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനൊഴിച്ച് നിങ്ങളുടെ എല്ലാ ആരാധ്യന്മാരും എന്റെ ശത്രുക്കളാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ നോക്കി നിങ്ങൾ, ഇങ്ങനെ ശത്രുത പ്രഖ്യാപിച്ചിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഉപദ്രവം ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല. ഇതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? അത് നാവ് കൊണ്ട് പറഞ്ഞു ഇവരിന്റെ ശത്രുക്കളാണ്. അവര് ചിന്തിച്ചില്ല.
രണ്ടാമത് പോയിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചു. അപ്പൊ ശത്രുത പരിപൂർണമായി. എന്നിട്ട് എന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് നോക്കി, ഒരിക്കലും വന്നില്ല. തച്ചുടച്ച സന്ദർഭത്തിലാണ് തീകുണ്ടാരം ഒരുക്കിയത്. എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചങ്ങലയിൽ ബന്ധിച്ച് ആ തീയിലേക്ക് വലിച്ചെറി. ബന്ധിച്ച ചങ്ങലകളെല്ലാം ഉരുകിപ്പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു തെളിയിക്കുകയാണ് എന്ത്? ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഒരു ഉപദ്രവം കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല. തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പക്ഷെ എന്തുണ്ടായത്? ചങ്ങലകൾ വരെ ഉരുകിപ്പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും പറ്റിയില്ല. കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല തീയിനോട് പറഞ്ഞു, എന്ത്? തീയെ, നീ ഇബ്രാഹിമിന്റെ മേൽ രക്ഷയും സമാധാനവും തണുപ്പുമാവുക. ഒരു നിലക്കും അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ള ആരാധ്യന്മാരോട് ശത്രുത പ്രഖ്യാപിച്ച ആൾക്ക് ഒരു നഷ്ടവും വരികയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്നത്. ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരും എന്റെ ശത്രുക്കളാണ്. അവർക്കൊന്നും എനിക്കെതിരെ ഒരു ഉപദ്രവം കൊണ്ടുവരാൻ അവർക്കൊന്നും സാധിക്കുകയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇനി ആരാധന ഓതാം. 3 മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അടുത്താണ് ആശിക. ഇനി നോക്കി നിങ്ങള്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി സമൂഹത്തെ പഠിപ്പിക്കാൻ, ഒരു ആരാധ്യനാവണമെങ്കിൽ ആ ആരാധ്യന് ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ എന്ത് എന്ന് പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ സമുദായത്തിനോട് പറയണം, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാർക്ക് ഒരു നന്മ കൊണ്ടുവരാൻ സാധിക്കൂല, ഒരു ഉപദ്രവം തടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ അവരുടെ ശത്രുവാണ്, എന്നെ ഒന്ന് ഉപദ്രവിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാദ്യം പഠിപ്പിച്ചു. എന്നിട്ട് സമുദായത്തെ പഠിപ്പിക്കുകയാണ് ആരാണ് യഥാർത്ഥ ആരാധ്യൻ, ആ ആരാധ്യൻ ഉണ്ടാകേണ്ട ക്വാളിറ്റികളും പ്രത്യേകതകളും എന്താണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? അള്ളാന്റെ പ്രത്യേകത അല്ലദീ, അവൻ ഒരുവനാണ്. ഖലഖനി, എന്താ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഖാലിഖ് അള്ളാഹ്, മഖ്ലൂഖ് നമ്മൾ, സൃഷ്ടികൾ. അപ്പൊ അല്ലദീ, എന്താണ് അള്ളാഹുവിന്റെ പ്രത്യേകത? ഖലഖ, അവൻ സൃഷ്ടിച്ചു. നീ എന്നെ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ് ആരാണ്? അല്ലദീ, അവൻ ഒരുവനാണ്. ഖലഖനി, അവൻ എന്നെ സൃഷ്ടിച്ചു. ഫഹുവ, എന്നിട്ട് അവൻ യഹ്ദീനീനാണ്. എന്താണ് ഹദ? അഹ്ദ, സന്മാർഗം. ഫഹുവ യഹ്ദീനി, അവൻ എനിക്ക് സന്മാർഗവും കാണിച്ചു തന്നു. അപ്പൊ നോക്കി നിങ്ങള്, അള്ളാഹിന്റെ പ്രത്യേകതയാണ് ഒരാൾ ആരാധ്യനാവണമെങ്കിൽ അയാൾ സ്രഷ്ടാവാകണം. രണ്ടാമത് സന്മാർഗത്തെ കൊടുക്കുവാൻ കഴിവുള്ള വ്യക്തിയാകണം. അപ്പൊ നമ്മളൊക്കെ ജനിച്ചു വീണു. ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ കുട്ടി മുലപ്പാല് കുടിക്കൂലേ? കുട്ടിക്ക് പ്രകൃതിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുലപ്പാല് കുടിക്കുവാനുള്ള ഒരു കഴിവിനെ, അത് ഊമ്പി കുടിക്കുവാനുള്ള ഒരു കഴിവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയാൽ തന്നെ കൊടുത്തു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടികളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്കുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഒരു ചെറിയ മത്സ്യം കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും നീന്തി പോകൂലേ? ആരാ നീന്തൽ പഠിപ്പിച്ചത്?
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികൾക്കും അതിനു ലഭിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. വെറുതെ സൃഷ്ടികളെ പടക്ക് മാത്രമല്ല ചെയ്തത്, പക്ഷെ നേരെ മറിച്ച് അതിന് യോജിച്ചതായ പ്രകൃതിയാൽ തന്നെ കിട്ടേണ്ടതായ എല്ലാ മാർഗനിർദ്ദേശവും കൊടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വിട്ടത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ ക്വാളിറ്റിയായി പറഞ്ഞത്. ഒരാൾ ആരാധ്യനാകണം, അയാൾ സൃഷ്ടാവാകണം. രണ്ടാമത്തത് സന്മാർഗത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാകണം. അപ്പൊ ഒന്നാമത്തെ സന്മാർഗം എന്ന് പറഞ്ഞത് പ്രകൃതിയാൽ ഒരു സൃഷ്ടിക്ക് ലഭിക്കേണ്ട സന്മാർഗമാണ്. ഇനി രണ്ടാമത്തെ ഒരു സന്മാർഗമുണ്ട്, അതും ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പൊ നോക്കി നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ 40 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊന്നുപോലെ നോക്കിയത് അബൂ താലിബാണ്. 40 വർഷത്തോളം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 42, കൃത്യമായി പറഞ്ഞാൽ 42 വർഷം ഒരു മകനെ നോക്കുന്നത് പോലെ സ്വന്തം മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിച്ചു. മുസ്ലിമായി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. മൂത്താപ്പ ഒന്ന് ഇസ്ലാം സ്വീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. എന്നാൽ വിശ്വാസിയായില്ല. മൂത്താപ്പ മരിക്കാൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മൂത്താപ്പാന്റെ അടുത്തേക്ക് പോയി, അബൂ താലിബിന്റെ അടുത്തേക്ക് പോയി. അവിടെ വേറെ 2 പേരുണ്ട്. ഒന്ന് അബൂ ജഹലാണ്, രണ്ടാമത്തത് അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ. ഇവർ 2 പേരും അന്ന് മുശ്രിക്കുകളാണ്. അബൂ താലിബിന് സത്യമറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്കറിയാം ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതം നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമാണ് എന്ന് എനിക്കറിയാം. ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ, ആളുകൾ എന്നെ ഭാവിയിൽ ചീത്ത പറയുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എങ്കിൽ ഞാൻ മുസ്ലിമാകുമായിരുന്നു. മരിക്കണ സമയത്ത് വല്ലിപ്പാൻ അബ്ദുൽ മുത്തലിബിന്റെ പാത അബൂ താലിബ് ഒഴിവാക്കി എന്ന് ആളുകൾ എന്നെ കുറ്റം പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് അബൂ താലിബ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ ദയവായി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ റബ്ബിന്റെ കോടതിയിൽ സാക്ഷിയായി, താങ്കൾക്ക് സാക്ഷിയായി ഞാൻ പരലോകത്തുണ്ടാകും. നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം മതി എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അടുത്തുള്ള 2 മുശ്രിക്കുകൾ അവര് അബൂ താലിബിനോട് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, ഉപ്പാന്റെ പാത വിട്ടു പോവാ, അബ്ദുൽ മുത്തലിബിൻ അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പാത വേണ്ട എന്ന് വെക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ കൂടെ ഇവരും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അബൂ താലിബ് മരണപ്പെട്ടു. സത്യനിഷേധിയായിക്കൊണ്ടാണ് മരണപ്പെട്ടത്, മുസ്ലിമായില്ല. എന്നാൽ അബൂ താലിബിനെ പിഴപ്പിച്ച അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ പിന്നീട് വിശ്വാസിയായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേർക്കെതിരെ ലഅനത്ത് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഘട്ടത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. ഖുനൂത്ത് ഓതുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ലഅൻ അബാ സുഫിയാൻ, അല്ലാഹുവേ അബൂ സുഫിയാനെ നീ ശപിക്കണമേ. അല്ലാഹുമ്മ ലഅൻ അൽ ഹാരിഥ ഇബ്നു ഹിശാം, ഹാരിഥ ഇബ്നു ഹിശാമിനെ പടച്ചോനെ നീ ശപിക്കണം. അല്ലാഹുമ്മ ലഅൻ സഫ്വാൻ ഇബ്നു അബി ഉമയ്യ, സഫ്വാൻ ഇബ്നു ഉമയ്യയെ അല്ലാഹുവേ നീ ശപിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ശാപ പ്രാർത്ഥന അവർക്കെതിരെ നടത്തിയത്. ഇത് നടത്തിയ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ഷൈ, പ്രവാചകരെ ആ കാര്യത്തിൽ താങ്കൾക്ക് അധികാരമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഈ 3 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ. ആ മൂത്താപ്പക്ക് ഹിദായത്ത് കൊടുക്കുവാൻ, സന്മാർഗത്തെ കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വെറുത്തിരുന്ന, ശാപപ്രാർത്ഥന നടത്തിയിരുന്ന 3 പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഒരാളെ വിശ്വാസിയായി തെരഞ്ഞെടുക്കുന്നത് അതിന്റെ പരമമായ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് എന്നതാണ്. ഇസ്ലാമിനെ കൊടുക്കുവാൻ നമുക്ക് ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാം, പക്ഷെ ഹിദായത്ത് കൊടുക്കേണ്ടവൻ, അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് കൊടുക്കേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും ഇസ്ലാമിലേക്ക് കടന്നു വരിക. നമ്മൾ ദഅവത്ത് നടത്തുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ സത്യം ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നമ്മെ അടിക്കാൻ വരുന്ന ആളായിരിക്കും പിന്നീട് അതിന്റെ വക്താക്കളായി മാറുക. വളരെ നസീഹത്തോടുകൂടി, വളരെ ഗുണകാംക്ഷയോടുകൂടി, എന്ത് തന്നെ നമ്മോട് ദേഷ്യപ്പെട്ടാലും നല്ല രൂപത്തിൽ ആളുകളോട് പ്രബോധന മേഖലയിൽ സംസാരിച്ച് അവരോട് നല്ല രൂപത്തിൽ ഇടപെടണം. കാരണം ഒരു പക്ഷേ വരുന്ന നാളുകളിൽ നമ്മൾ പറയുന്നത് അവര് പിന്നീട് മനസ്സിലാക്കിയേക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറയുകയാണ്, ഒരാൾ ഇലാഹാകണോ, ആരാധ്യനാകണോ, അയാളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റികൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീ. ഇലാഹ് ആരാധ്യനാവണമെങ്കിൽ അവൻ സ്രഷ്ടാവായിരിക്കണം, സന്മാർഗത്തെ ആളുകൾക്ക് കൊടുക്കാൻ അധികാരമുള്ളവനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ അധികാരമില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഹിദായത്തിനുള്ള അധികാരമില്ല എന്ന് നമുക്ക് ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരാധ്യനാകാൻ യോഗ്യനല്ല എന്ന് നമുക്ക് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എല്ലാ ആരാധനകൾക്കും അർഹനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തെളിയിക്കുകയാണ്. എന്നിട്ട് ശേഷം പറയാണ്, വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീ. ആരാധ്യനാകാൻ ഇനിയും ക്വാളിറ്റികളുമാണ്. അതെന്താന്ന് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വല്ലദീ, ഒരുത്തനാവണം, ഹുവ അവൻ, യുത്ഇമുനി, ഞാൻ പരിചയപ്പെടുത്തുന്ന എന്റെ റബ്ബുണ്ടല്ലോ, അവന്റെ പ്രത്യേകത എന്താണ്? യുത്ഇമുനി. എന്താ തഈമ എന്ന് പറഞ്ഞാൽ? മത്അം. എന്താ മത്അം? മത്അം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. തഈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നാണ്. തആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. മത്അം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് മത്അം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ റബ്ബ് വഹുവ യുത്ഇമുനി. തഈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക, അത്അമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിപ്പിക്കുക. മനസ്സിലായില്ലേ? കഴിപ്പിക്കുക. അപ്പൊ ഹുവ യുത്ഇമുനി, അവൻ എന്നെ കഴിപ്പിക്കുന്നു, എനിക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ്. ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ ആരാധ്യൻ, ആരാധ്യനാകാൻ അർഹതയുള്ളവൻ, അവൻ എനിക്ക് ഭക്ഷണം നൽകാൻ കഴിവുള്ളവനാണ്. വയസ്ഖീൻ. എന്താ സഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിഖായത്തുൽ ഹാജ് കണ്ടിട്ടുണ്ടാവും നിങ്ങള്. ഹർമിലൊക്കെ പോയാൽ സിഖായത്തുൽ ഹാജ്, കുടിപ്പിക്കുക എന്നാണ്. വിശ്വാസനം പറഞ്ഞില്ലേ, ലൗ കാനത്തി ദുനിയ ഇൻദല്ലാഹി തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാഇൻ. ഒരു കൊതുകിന്റെ ചിറകിനോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് വില കൊടുക്കുമായിരുന്നുവെങ്കിൽ ഒരു കാഫിറിനെ ദുനിയാവിൽ വെച്ചൊരു മുറുക്ക് വെള്ളം പോലും അല്ലാഹു കുടിപ്പിക്കൂലായിരുന്നു. അള്ളാഹിന്റെ അടുക്കൽ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല എന്ന് വിശ്വാസം പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ സഖ എന്നാണ് പഠിപ്പിച്ചത്. സഖ യസ്ഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിപ്പിക്കുക എന്നാണ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്ന എന്റെ റബ്ബുൽ ആലമീനായ എന്റെ രക്ഷിതാവിന്റെ ക്വാളിറ്റി എന്താണ്? വഹുവ യുത്ഇമുനി, ഹുവ യുത്ഇമുനി, അവൻ എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ്. വയസ്ഖീൻ, എന്നെ കുടിപ്പിക്കുന്നവനാണ്. എനിക്ക് വെള്ളം നൽകുന്നവൻ അവനാണ്, എനിക്ക് പാനീയം നൽകുന്നവൻ അവനാണ്. അവനാണ് ആരാധനക്കർഹൻ. ശേഷം പറയാണ് വഇദാ മരിൽതു. എന്താ മരിള പറഞ്ഞു കഴിഞ്ഞാല്? മരീള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗി. അപ്പൊ വഇദാ, ഇതെന്തിനാ പറയാ? ഇദാ ഒരു സന്ദർഭം പറയാനാണ്, ഒരു സന്ദർഭം പറയാണ്. വഇദാ ആയാൽ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ, അപ്പോൾ അവൻ യശ്ഫീനി. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇതിന് വിശ്വാസം പഠിപ്പിച്ചൂലേ? അള്ളാഹിന്റെ ഒരു ക്വാളിറ്റിയാണ് എന്ത്? അവൻ ഷാഫിയാണ്. എന്താ ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശമനം നൽകുന്നവൻ.
അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്, വഇദാ മരിദ്തു, ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ രക്ഷിതാവ് എനിക്കൊരു രോഗം ബാധിച്ചാൽ ഫഹുവ യശ്ഫീൻ, അതിൽ നിന്ന് അവൻ എനിക്ക് ശമനം നൽകുന്നു. അവൻ എനിക്ക് ശമനം നൽകുന്നു. അപ്പൊ ഒരാൾ ആരാധ്യനാകണമെങ്കിൽ ഒരു രോഗം ബാധിച്ചാൽ അതിൽ നിന്ന് ശമനം നൽകാൻ കഴിവുള്ളവനാകണം. അവനാണ് യഥാർത്ഥ ആരാധ്യനെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാൻ. ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ശരിക്കും രോഗം നൽകുന്നത് ആരാ? രോഗം നൽകുന്നത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ രോഗത്തെ അള്ളാഹുവിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചേർത്ത് പറഞ്ഞില്ല. മരിദ്തു, ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത്, എനിക്ക് അള്ളാഹു രോഗം നൽകിയാൽ എന്ന് പറഞ്ഞില്ല. ഷെറുകളെ അള്ളാഹുവിലേക്ക് ചേർക്കാതിരിക്കുക എന്നത് നമ്മൾ അള്ളാഹുവോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദകളിൽ ഒന്നാണ്. രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ രോഗം എന്നെ ബാധിച്ചാൽ, എനിക്ക് പിടിപെട്ടാൽ എന്ന് മാത്രമാണ് പറഞ്ഞത്. പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കി, ഖലഖനി, അവൻ എന്നെ സൃഷ്ടിച്ചു. യഹ്ദീനി, എനിക്കവൻ ഹിദായത്ത് നൽകി. യുത്ഇമുനി, എനിക്കവൻ ഭക്ഷണം നൽകി. യസ്ഖീനി, എനിക്കവൻ വെള്ളം നൽകി. എനിക്കവൻ രോഗം നൽകി എന്നാണ് ശേഷം പറയേണ്ടിയിരുന്നത്. ശരിയല്ലേ? പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? വഇദാ മരിദ്തു, ഞാൻ രോഗിയായാൽ, അള്ളാഹു എനിക്ക് രോഗം നൽകിയാൽ എന്ന് പറഞ്ഞില്ല. ഷെറുകളെ റബ്ബിലേക്ക് നമ്മൾ പറയുമ്പോൾ ചേർത്ത് പറയാതിരിക്കണം. ചേർത്ത് പറയാൻ പാടില്ല. ആ ഷെറ് ജീവിതത്തിൽ നൽകുന്നത് ആരുടെ തീരുമാനപ്രകാരം തന്നെയാണ്? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെയാണ്. പക്ഷെ അവനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദകളിൽ ഒന്നാണെന്ത്? ഷെറുകൾ അവനിലേക്ക് ചേർക്കാതിരിക്കുക. അപ്പൊ വഇദാ മരിദ്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവൻ എനിക്ക് അതിൽ നിന്ന് വിടുതൽ നൽകും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാം. അപ്പൊ നോക്കി നിങ്ങള്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം വന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ളത് എന്താ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, റബ്ബിനോട് പ്രാർത്ഥിക്കും. നമ്മളും മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്കൊരു രോഗം പിടിപെട്ടാൽ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ രോഗം മാറാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ശേഷം ചികിത്സകളൊക്കെ നമ്മൾ എടുക്കുക. എടുത്തു കഴിഞ്ഞാലും റബ്ബിനോടുള്ള പ്രാർത്ഥന നമ്മൾ നിർത്താൻ പാടില്ല. നമ്മളൊരു അസുഖം നമുക്ക് പിടിപെടുന്നു, നമ്മൾ ഗുളിക കുടിക്കുന്നു. ഗുളികയാണോ നമ്മുടെ രോഗം മാറ്റുന്നത്? ഗുളികയാണോ രോഗം മാറ്റുന്നത്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഗുളികയാണ് രോഗം മാറ്റുന്നത് എങ്കിൽ ഗുളിക കുടിച്ചവർക്കൊക്കെ രോഗം മാറണം. ശരിയല്ലേ? എല്ലാ ഗുളിക കുടിക്കുന്ന ആളുകൾക്ക് രോഗം മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിലായി, ഗുളികയല്ല രോഗം മാറ്റുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം മാറ്റുന്നത്. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിച്ചാലോ, അല്ലെങ്കിൽ ഒരു രോഗിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എന്നാണ്. ഒരു വിശ്വാസി എപ്പോഴും അങ്ങനെയാകണം. എപ്പോഴും ദിക്റിനാലും ദുആകളാലും അവന്റെ ജീവിതം സമ്പന്നമാകണം. റബ്ബിനെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരു ദിക്റുണ്ട്, അതിന് 4 പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. 4 പ്രതിഫലങ്ങളുണ്ട്. 100 വട്ടമാണ് ആ ദിക്ർ ചെല്ലേണ്ടത്. ഒന്നാമത്തെ പ്രതിഫലം, അത് 100, ഒരു ദിക്ർ 100 വട്ടം ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാൻ പറഞ്ഞ ദിക്റാണ്. ആ ദിക്റിന്റെ പ്രത്യേകത, ആ ദിക്ർ ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് കിട്ടും. രണ്ടാമത്തത് 100 നന്മകൾ അവനെ രേഖപ്പെടുത്തും. മൂന്നാമത്തത് 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. നാലാമത്തത് ആ ദിവസം ശൈത്താനിൽ നിന്നൊരു അഭയം അവന് ലഭിക്കും. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഈ ദിക്ർ 100 തവണ ചൊല്ലിയാൽ അവന് 10 അടിമകളെ മോചിപ്പിച്ച കൂലി, 100 നന്മകൾ അവന് എഴുതി വെക്കും, 100 തിന്മകൾ അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും. അന്നേ ദിവസം
ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു അഭയം, വകുന്ന ലഹു ഹിർസൻ മിനശ് ശൈത്താൻ, ഷെയ്ത്താനിൽ നിന്നൊരു അഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം അവന് നൽകുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ഇപ്പൊ നമ്മളെ ജോലി എന്തും ആവട്ടെ, ഇപ്പൊ നമ്മളൊരു ഓഫീസിലാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയം ഉണ്ടാകും, നമുക്ക് ആ ദിക്ർ ചെല്ലാം. നമ്മളൊരു ബക്കാലയിൽ ജോലിക്കാരനാണ്, നമുക്ക് ആ ദിക്ർ ചെല്ലാം. നമ്മൾ ഡ്രൈവിങ്ങിലാണ്, നമുക്ക് ആ ദിക്ർ ചെല്ലാം. നമ്മൾ എന്ത് ഒഴിഞ്ഞിരിക്കുകയാണെന്ന്, നമ്മൾ കുക്ക് ചെയ്യാണ്, നമുക്ക് ആ ദിക്ർ ചെല്ലാം. 100 തവണ ചൊല്ലിയാൽ ഈ 4 പ്രതിഫലങ്ങൾ അവന് രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അന്നേ ദിവസം അവനേക്കാൾ ഉഷാറായി മറ്റാരും ഉണ്ടാവൂല, അവനേക്കാൾ നന്മകൾ വാരിക്കൂട്ടിയവനായി മറ്റാരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മറ്റൊരു ദിക്റിനെ കുറിച്ച്, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയുണ്ട്, ഒരു ദിക്റാണ്. ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പഠിപ്പിച്ചു തന്നു. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാനുള്ള പ്രത്യേകത? ഏതാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് അല്ലാഹുവേ. വഅന അലാ അഹ്ദിക, ഞാൻ നിനക്ക് തന്ന കരാറിലാണ് പടച്ചോനെ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. വവഅദിക മസ്തതഅതു, പരമാവധി നിന്റെ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കാമെന്ന വാഗ്ദാനം പടച്ചോനെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അഊദു ബിക, ഞാൻ നിന്നോട് ഇതാ കാവലിനെ ഇരക്കുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത തിന്മകളിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ഇരക്കുകയാണ്. അബൂഉ ലക, ഞാൻ നിനക്ക് മുന്നിൽ സമ്മതിക്കുന്നു. ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് റബ്ബേ. വഅബൂഉ ബിദംബി, ഞാൻ എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നിനക്ക് വേണ്ടി ചെയ്തതോ ഒരുപാട് തിന്മകളാണ് റബ്ബേ, ഞാൻ അത് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എനിക്ക് എൻ്റെ തിന്മകൾ പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാണ് പടച്ചോനെ എനിക്ക് എൻ്റെ തിന്മകൾ പുറത്തു നൽകുക? ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാലഹ, ആരെങ്കിലും ഇത് ചൊല്ലുന്നു, ഹീന യുസ്ബിഹു, രാവിലെയായാൽ, മൂഖിനൻ, ദൃഢമായ വിശ്വാസത്തോടുകൂടി, ഫമാത്ത മിൻ യൗമിഹി, അവൻ രാവിലെ ചൊല്ലി വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ മരണപ്പെടുന്നു എങ്കിൽ ദഖലൽ ജന്ന, അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി വമൻ ഖാലഹ ഹീന യുംസി, ഇനി വൈകുന്നേരം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നു, മൂഖിനം ബിഹാ, ദൃഢമായി വിശ്വസിച്ചുകൊണ്ട്, ഫമാത മിൻ ലൈലതിഹി, അങ്ങനെ ആ രാത്രി അവൻ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. 2 നേരം ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 2 നേരം ചൊല്ലിയാൽ എന്താ മെച്ചം? ആ ദിവസം എപ്പോൾ മരിച്ചാലും സ്വർഗത്തിൽ പോകും. അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ നമുക്ക് സാധിക്കാം. അപ്പൊ നോക്കി നിങ്ങൾ, ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ സമയത്തെയും ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യം നമ്മൾ കാണിക്കണം. എന്താണ് വിശ്വാസം പറഞ്ഞത്? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, 2 അനുഗ്രഹങ്ങൾ. ആളുകളൊക്കെ ആ 2 അനുഗ്രഹങ്ങളെ തൊട്ട് അശ്രദ്ധമാരാണ്, വഞ്ചിതരാണ്. 2 അനുഗ്രഹങ്ങൾ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു, എന്നാൽ ആ 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിലാണ് ആളുകൾ വഞ്ചിതരായി പോയിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ? 2 അനുഗ്രഹങ്ങൾ. ഒന്ന് ആരോഗ്യം, അസ്സഹതു. 2 അൽ ഫറാഹ്, ഒഴിവു സമയം. നമ്മുടെ ഒഴിവു സമയങ്ങൾ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലാനുള്ള സമയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഏത് ചെറിയ ദിക്റാണെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹയാണെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹയാണെങ്കിൽ അതിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം,
നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരവൽക്കരിക്കരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖി, നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി നീ കണ്ടുമുട്ടുന്നു, അതടക്കം നന്മയാണ്. ആ നന്മയെയും നീ നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയങ്ങൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ ഫ്രീ ആകുന്ന സമയം, നമ്മൾ ഇത്തരത്തിലുള്ള ദിക്റുകൾക്ക് റബ്ബിനെ ഓർക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് വിശ്വാസം പറഞ്ഞത്? മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹിനെ ഓർത്ത് ജീവിക്കുന്ന ഒരാളും അള്ളാഹിനെ ഓർക്കാതെ ഒഴിവു സമയങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ആളും, അവർ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം മരിച്ചവനും ജീവിച്ചവനും പോലെയാണ്. മരിച്ചിടക്കുന്ന മയ്യത്തും ജീവിച്ചിരിക്കുന്ന ആളും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? അതുപോലെയാണ് ദിക്റുകൾ ചൊല്ലുന്നവനും ചൊല്ലാത്തവനുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയത്തെ നമ്മൾ ക്രമീകരിക്കണം, പ്രത്യേകിച്ച് ഹറമിൽ. ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്, ഇവിടെ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് എത്ര പ്രതിഫലമുണ്ട്? 1,00,000 ഇരട്ടി പ്രതിഫലം. മദീനത്തോ 1000 ഇരട്ടി. മസ്ജിദുൽ അഖ്സയിലോ 500 ഇരട്ടി പ്രതിഫലമുണ്ട്. ഏറ്റവും പ്രതിഫലം എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്? ഈ ഹറമിലാണ്, മക്കത്താണ്. നമ്മൾ ആ മക്കയിലാണ് ജീവിക്കുന്നത്. നമ്മളിവിടെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ 54 വർഷത്തെ നമസ്കാരങ്ങൾക്ക് തുല്യമാണ്. ഒരു നമസ്കാരം, ഒരു ജുമുഅ 2000 ചില്ലറ വർഷങ്ങളുടെ ജുമുഅക്ക് തുല്യമാണ്. നമ്മളൊരു ജമാഅത്തിൽ പങ്കെടുക്കുന്നു, നമ്മളൊരു ജുമുഅയിൽ പങ്കെടുക്കുന്നു, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ നമ്മിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് എടുത്തു കളഞ്ഞേക്കാം. എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയൂല. ഈ കിട്ടിയ അവസരം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കാരത്തിൽ മാത്രമല്ല, ഇവിടെ ചെയ്യുന്ന ഏത് നന്മകൾക്കും 1,00,000 ഇരട്ടി പ്രതിഫലം പ്രതീക്ഷിക്കാനാണ്. ആ അഭിപ്രായം സ്വീകാര്യമല്ലാത്ത അഭിപ്രായമാണ് എങ്കിലും അങ്ങനെ വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഓരോ സമയവും നമുക്ക് പ്രതിഫലങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ അവസരങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒഴിവു സമയങ്ങൾ നന്മകൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഖുർആൻ കേൾക്കണം, ഖുർആൻ നന്നായി കേൾക്കണം, ഖുർആനുമായി വല്ലാത്ത ബന്ധം നമുക്കുണ്ടാകണം. എന്നൊക്കെ എന്ത് സുഖാണ്. പണ്ട് കാലത്തുമായിരുന്നല്ലോ, നല്ല ഓത്തുകൾ നമുക്ക് നമ്മളെ യൂട്യൂബുകളിൽ കിട്ടും. നമ്മൾ ഒഴിവു സമയമാണെങ്കിൽ നമ്മളത് കേൾക്കണം. എത്രയോ ആളുകൾ വലിയ വലിയ സൂറത്തുകൾ ഹിഫ്ളാക്കുന്നു. അപ്പൊ ഞാനൊക്കെ സൂറത്തുൽ കഹ്ഫ് പഠിച്ചത്, കാണാതെ പഠിച്ചത്, കേട്ട് കേട്ട് ശീലിച്ചിട്ട് മാത്രമാണ്. ചെറുപ്പം മുതലേ സൂറത്തുൽ കഹ്ഫ് കേൾക്കുമായിരുന്നു, അധികമായി ഇങ്ങനെ കേൾക്കുമായിരുന്നു. വീട്ടിലെല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കും. അങ്ങനെയാണ് വീട്ടിലെ എല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഹിഫ്ളാക്കിയത്. നമ്മൾ ഖുർആൻ നന്നായി കേട്ടാൽ ഒന്ന് നമ്മളെ ഹിഫ്ള് കൂടും, രണ്ടാമത് നമ്മുടെ ഓത്ത് റെഡിയാവും, നല്ല രീതിയിൽ നമുക്ക് ഓതാൻ കഴിയും. തജ്വീദ് അനുസരിച്ച് ഓതാൻ നമ്മുടെ നാവ് പാകപ്പെടും. ഖുർആനുമായി വല്ലാത്ത ബന്ധമുണ്ടാകും. അത് തിന്മകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തും. നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയോ, ഇതൊക്കെ ഹറമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ്. ഈ നന്മകൾ ചെയ്തിട്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാം. 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടൂല എന്നുണ്ടെങ്കിലും നമസ്കാരം ഒഴിച്ചുള്ള മറ്റുള്ള നന്മകൾക്ക് പ്രതിഫലം വർദ്ധിക്കുമെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എത്ര എന്നതിലെ തർക്കമുള്ളൂ. അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ തിന്മകൾ, ഇവിടെ വെച്ച് ചെയ്യുന്ന തിന്മകൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖ്ഹു മിൻ അദാബിൻ അലീം. ഇപ്പൊ നമ്മൾ നാട്ടിലാണെന്ന് വിചാരിക്കുക, നാട്ടിൽ നമ്മൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്തില്ല, നമ്മൾ ആ തിന്മയിൽ നിന്ന് വിട്ടു, നമുക്കൊരു കൂലി കിട്ടും, ഒരു പ്രതിഫലം കിട്ടും. ആ തിന്മ ചെയ്താലോ ഒരു തിന്മ രേഖപ്പെടുത്തും. എന്നാ ഹറമിലായാലോ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവനായി ചെയ്തില്ല, പക്ഷെ ഉദ്ദേശിച്ചാൽ വരെ അവന് ശിക്ഷ കിട്ടുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് ഹറമുമല്ലാത്ത മറ്റു സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലേക്ക് വേണം. ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകൾക്കും
റബ്ബിങ്കൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ പതനം ഒരു പക്ഷേ ഈ ഹറമിനെ നിന്ദിക്കുന്നത് കൊണ്ടാകും. അപ്പൊ നോക്കി നിങ്ങൾ, ബദർ നടന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുന്നത്. സ്വതന്ത്രനായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ശേഷം ബദർ നടന്നപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്നുകളഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു. ശേഷം ഒരു സംഭവം ഉണ്ടായി. മുസ്ലിമീങ്ങളിൽപ്പെട്ട 7 ആളുകളെ ശത്രുക്കൾക്ക് ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധരിപ്പിച്ച് പറ്റിച്ച് 7 മുസ്ലിമീങ്ങളെ കടത്തിക്കൊണ്ടുവന്നു മദീനയിൽ. അതിൽ 4 പേരെ വഴിക്ക് വെച്ച് കൊന്നു. 3 പേരെ മക്കയിൽ ഇവിടെ വന്ന് വിറ്റു. അതിലൊരാളായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പയെ കൊന്ന ആളുകളാണ്. മക്കയിലെ ചന്തയിൽ വെച്ചാണ് ഓലെ കിട്ടിയത്. ഉപ്പാനെ കൊന്നു കഴിഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഉപ്പാനെ കൊന്ന ആളാണ്. ഉപ്പാക്കെതിരെ ജിഹാദ് നടത്തിയ ആളുകളാണ്. എന്താ ചെയ്തത്? ഹറമിൽ വെച്ചിട്ട് നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? കിട്ടിയെടുത്ത് വെച്ചടിക്കും. എന്താ ചെയ്തത്? ഓല് ഹറമിൽ നിന്ന് നേരെ പോവാണ് ഹറമിന്റെ പുറത്തേക്ക്. ഉപ്പാനെ കൊന്ന ആളുകളോട് പ്രതികാരം തീർക്കേണ്ടത് ഹറമിൽ വെച്ചല്ലാന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് വരെ അറിയാം. അത്രത്തോളം പവിത്രത ഒരു മുശ്രിക്ക് പോലും ഹറമിന് വെച്ചു കൊടുത്തിരുന്നു എന്നാണ്. പക്ഷെ നമ്മളെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കി, നമുക്ക് അവര് കൊടുത്തിരുന്നത് പോലെയുള്ള ഒരു പവിത്രത ഹറമിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധാരണ ഈ പാമ്പാട്ടിക്ക് പാമ്പിനെ പേടില്ല എന്ന് പറയും. ഹറമിൽ ജീവിച്ച ആളുകൾക്ക് ഹറമിനോടൊരു വില ഇല്ലാത്ത മാതിരി എന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ്. നമ്മൾ വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നു. അതുകൊണ്ട് ഹറമിന് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളമാണ് റബ്ബിന്റെ ശആയിറുകളെ ആദരിക്കുക എന്നത്, റബ്ബിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുക എന്നത്. ഇത് റബ്ബിന്റെ മതചിഹ്നമാണ് ഹറം എന്നുള്ളത്. അതിനെ ബഹുമാനിക്കൽ എന്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ്. അത് വർഷങ്ങൾ ഇവിടെ താമസിച്ചത് കൊണ്ട് ഒലിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. ഇവിടെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, മ്യൂസിക്കുള്ള പാട്ടുകൾ, റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇവിടെ നമ്മൾ പറയുന്ന മോശമായ വാക്കുകൾ റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന വഞ്ചനകൾ, കളവുകൾ എല്ലാം റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ആണ് ഞാൻ ഓതിയത്, ദുനിയാവിൽ വെച്ച് ഞാൻ അവനെ ഒരുക്കി കളയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അത് എപ്പോഴും ഓടി വരണം. ഹറമിന്റെ പവിത്രത, ഹറമിന് കൊടുക്കേണ്ട ആദരവ് നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് നിറഞ്ഞു നിൽക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നോക്കി നിങ്ങൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയായി, ആരാധ്യനായ അള്ളാഹുവിന്റെ പ്രത്യേകതയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വഇദാ മരിൽതു ഫഹുവ യശ്ഫി, എനിക്ക് രോഗം വന്നാൽ ഷിഫയാക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ആരാധ്യൻ. എന്നാൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ ആരാധ്യന്മാരോ ഒരു ഉപദ്രവം തടുക്കുവാൻ അവർക്ക് സാധിക്കൂല, ഒരു ഉപകാരം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. ആരാ ഈ ആയത്തുകൾ ഓതാൻ? സ്വാദിക്കാം. ഒതുകളി. ആരെങ്കിലും ഓതി. الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഇതാണ്? സൂചനകളാണ്. ഒരാൾ ആരാധ്യനാവണമെങ്കിൽ അയാൾക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ്. അവൻ സ്രഷ്ടാവായിരിക്കണം, അവന് സന്മാർഗത്തെ കൊടുക്കാൻ കഴിവുള്ളവനാകണം,
ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവനാകണം, വെള്ളം കുടിപ്പിക്കുവാൻ കഴിവുള്ളവനാകണം. അതുപോലെ തന്നെ ഒരു രോഗം വന്നാൽ രോഗത്തെ എടുത്തു മാറ്റാൻ കഴിവുള്ളവനാകണം. 5 മിനിറ്റ് കൂടി ക്ലാസ് എടുക്കാം, പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ പരിചയപ്പെടുത്തുന്ന എന്റെ രക്ഷിതാവ്, അവന്റെ പ്രത്യേകത വല്ലദി യുമീതുനി സുമ്മ യുഹ്യീൻ. എന്താ മാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാത്ത എന്താ? മാത്ത എന്ന് പറഞ്ഞാൽ മരിക്കുക, മൗത്തായി, മരിച്ചു. മാത്ത എന്ന് മരിക്കുക, അമാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിപ്പിക്കുക. അപ്പൊ നോക്കി നിങ്ങള്, വല്ലദി യുമീതുനി, ഞാൻ പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ് എന്നെ മരിപ്പിക്കുന്നവൻ അവനാണ്. ഒരാൾ രക്ഷിതാവാകണമെങ്കിൽ അവന് മരിപ്പിക്കാൻ കഴിവുള്ളവനാകണം. സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിച്ചതിനു ശേഷം, സുമ്മ എന്താ? പിന്നീട്, ശേഷം. യുഹ്യീൻ, യുഹ്യീനാണ്, എന്നെ അവൻ ജീവിപ്പിക്കുന്നവനാണ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്നവൻ എന്നെ മരിപ്പിക്കുന്നവനും ശേഷം തുടർന്ന് എന്നെ ജീവിപ്പിക്കുന്നവനുമാണ്. ഇനിയോ വല്ലദി, അവന്റെ പ്രത്യേകത അത്മഉ, അത് ഐനാണ് നടുവില്, ഇത് മീമാണ് നടുവില്. എന്താണ് ആയത്? വല്ലദി അത്മഉ, അത്അമു അല്ല, അത്മഉ. യത്മഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക, ആഗ്രഹിക്കുക. വല്ലദി, അവന്റെ പ്രത്യേകത എന്താണ്? അത്മഉ, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ യഗ്ഫിറ, യഗ്ഫിറ എന്താ? ഗഫറ, പുറത്തു തരാൻ. അള്ളാന്റെ പേരാണല്ലോ ഗഫാർ, നന്നായി പൊറുക്കുന്നവനാണ്. ഗഫൂർ, പുറത്തു തരുന്നവനാണ്. അപ്പൊ നോക്കി നിങ്ങൾ, വല്ലദി, എന്റെ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താണ്? അത്മഉ, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ യഗ്ഫിറ, അവൻ പുറത്തു തരാൻ. ലീ, എനിക്ക്. ഖതീഅതി, എന്താ ഖതീഅത്ത്? കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബുൻ. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരും ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ്. അപ്പൊ ഖതീഅത്ത് പറഞ്ഞാൽ എന്താ? പാപം. ഖതീഅതി, എന്റെ പാപങ്ങൾ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്ന എന്റെ രക്ഷിതാവ് എന്താ? വല്ലദി, അവൻ ഒരുവനാണ്. അത്മഉ, ഞാൻ അവനോട് ആഗ്രഹിക്കുന്നു. അൻ യഗ്ഫിറ ലി, എനിക്ക് പുറത്തു തരാൻ. ഖതീഅതി, എന്റെ തിന്മകൾ. അപ്പൊ എന്റെ തിന്മകൾ അവൻ എനിക്ക് പുറത്തു നൽകും. പുറത്തു തരാൻ മാത്രം കഴിവുള്ളവനാണ്. എന്ന്, ഏത് ദിവസം എനിക്ക് പുറത്തു തരാം? യൗമദ്ദീൻ. എന്താ യൗമദ്ദീൻ? മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാൾ. അദ്ദീൻ എന്നത് മതത്തിനും പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലത്തിനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൗമുദ്ദീൻ, പ്രതിഫലത്തിന്റെ നാൾ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് എനിക്ക് അന്ത്യനാളിൽ എന്റെ തിന്മകൾ പുറത്തു തരുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാം. അപ്പൊ നമ്മളോട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, ആഖിറത്തിൽ എന്റെ തിന്മകൾ പടച്ചവനെ നീ എനിക്ക് പുറത്തിരണേ. ഒരു വിശ്വാസിയുടെ അടയാളാണ്, ഒരു വിശ്വാസിയുടെ അടയാളമാണ്. നോക്കി നിങ്ങള്, ആയിഷ റളിയല്ലാഹു അൻഹ ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൊണ്ടുവരുന്നതിന് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ വ്യക്തിയാണ് ഈ ഇബ്നു ജുദ്ആൻ. അയാൾ നന്നായി ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ആളാണ്, സ്വതക്ക കൊടുക്കും, നല്ല ഔദാര്യവാനാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഇന്ന ഇബ്നു ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്ലി الضيف ويحسن الجوار ويصل الرحم فهل ينفعه ذلك. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ മക്കത്ത് ജീവിച്ചു പോയിരുന്നല്ലോ. അയാൾ ആളുകൾക്ക് നന്നായി കൊടുത്തിരുന്ന ആളാണ്, അതിഥികളെ നന്നായി സൽക്കരിച്ചിരുന്ന ആളാണ്, അയൽവാസികൾക്ക് നന്നായി കൊടുത്തിരുന്ന ആളാണ്, കുടുംബബന്ധം ചേർത്തിരുന്ന ആളാണ്. അയാൾ ചെയ്ത ഈ നന്മകളൊക്കെ അയാൾക്ക് ഉപകരിക്കുമോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പൊ പലരും നമ്മളോട് ചോദിക്കണാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലൊരു ചർച്ച ഉണ്ടായിരുന്നു, ഗാന്ധിജി സ്വർഗത്തിലാണോ? സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയല്ലോ, അല്ലേ? ശരിയല്ലേ? ഗാന്ധിജി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഗാന്ധിജിക്ക് സ്വർഗം കിട്ടൂലേ? ഗാന്ധിജിയും AKജിയും പോവാത്ത സ്വർഗത്തിലേക്ക് എനിക്ക് പോകണ്ട എന്നാണ് ഒരാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല ഒരാള്? അങ്ങനെ ഒരാൾ പറഞ്ഞു. അപ്പൊ അവിശ്വാസികളായ ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗാന്ധിജി ആണെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും.
നമ്മുടെ രാഷ്ട്രപിതാവാണ്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ നന്മകൾ പരലോകത്ത് ഉപകരിക്കുമോ എന്നതാണ് വിഷയം. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഓല നാട്ടിലുണ്ടായിരുന്ന ഒരു ഗാന്ധിജിയെ കുറിച്ച് ചോദിക്കാണ്. ഇബ്നു ജുദ്ആൻ നന്മകൾ ഒരുപാട് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഫഹൽ ദാലിക നാഫിഉഹു ഷൈഅ, ആ നന്മകളൊക്കെ ആ വ്യക്തിക്ക് ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തു അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. കാരണം ഒരിക്കൽ പോലും ജീവിതത്തിൽ അല്ലാഹുവേ നീ എനിക്ക് അന്ത്യനാളിൽ എൻ്റെ തിന്മകൾ പുറത്തു തരയണമേ എന്ന് ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നാളെ ഞാൻ റബ്ബിനെ കണ്ടുമുട്ടുമെന്നും മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ ഞാൻ ചെയ്ത തിന്മകൾ എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരണമെന്നും ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ചെയ്ത നന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മനസ്സിലായേ? അത് എല്ലാ ആളുകളിലേക്കും, അവിശ്വാസികളായ എല്ലാ ആളുകളിലേക്കും നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എൻ്റെ തിന്മകളെല്ലാം പ്രതിഫല നാളിൽ അവൻ എനിക്ക് പുറത്തു നൽകണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത ഒരുപാട് തിന്മകളുണ്ട്, അതെല്ലാം അന്ത്യനാളിലേക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ ഈ 2000 കൂടി എഴുതാം, എന്നിട്ട് നമുക്ക് വരെ ചെറിയൊരു കൂടി ആരാ ഞങ്ങൾക്ക് അബൂബക്കർക്കുണ്ട്, ആകെ ഒരു അബൂബക്കർക്ക, ഒന്ന് ആൾ മാറ്റി പിടിക്കും. കേട്ടില്ല. മാഷാ അല്ലാഹ്. അതിന്റെ മുന്നത്തെ 2 മുതൽ നമ്മൾ എടുത്തത് വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീ. അയ്യോ അയ്യോ മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അവിടെ നമ്മൾ യുഹ്യീനീന്ന് നിർത്തുമ്പോ പറയണ്ട യുഹ്യീൻ. നമുക്ക് ഒരുമിച്ച് ഓതല്ലേ? ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين ആയത്ത് ഓതുമ്പോ അർത്ഥം കിട്ടണ്ട റഷീദ് കിട്ടണ്ട? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്
واستغفروه إنه الغفور الرحيم. السلام عليكم.